നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ എന്ന് പറഞ്ഞ ചർച്ച എന്താണെന്ന് വെച്ചാൽ രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ആ ഒരു ആങ്കറുടേതാണ്. രഞ്ജിനി ഹരിദാസിന് എല്ലാവർക്കും അറിയാം. ഞാൻ അവരെ കാണുന്നത് സാഹസികന്റെ ലോകം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ ബൈജു കൊട്ടാരക്കരയായിരുന്നു അതിൻ്റെ സംവിധായകൻ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹസിക മലയിൽ പോവുക, അതിൽ റോപ്പ് കെട്ടി കയറുക, അങ്ങനെയുള്ള പരിപാടി തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ടി വി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര്, അതായത് ഇന്നത്തെ പോലെയല്ല, അന്ന് ടി വിയുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ വായനശാലയിലും വീടുകൾക്ക് മുന്നിലൊക്കെ ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടാകും. അപ്പോൾ 9:30 മണിക്കാണെന്ന് എനിക്ക് തോന്നുന്നു, 10 മണിയിലുള്ള ഒരു പ്രോഗ്രാമാണ് സാഹസികന്റെ ലോകം എന്ന് പറയുന്ന പ്രോഗ്രാം. അതിൻ്റെ അകത്തുള്ള മെലിഞ്ഞ് നല്ല നീണ്ടം വെച്ച ഒരു പെൺകുട്ടി, അവളാണ് പിന്നീട് രഞ്ജിനി, അതായത് രഞ്ജിനി ഹരിദാസ്. അങ്ങനെ രഞ്ജിനി ഹരിദാസ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹസികന്റെ ലോകം കഴിഞ്ഞു. അതിനുശേഷമാണ് സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു പരിപാടി വരുന്നത്. ആ സ്റ്റാർ സിംഗറിൽ ചിത്രയും അതുപോലെ തന്നെ എം ജി ശ്രീകുമാറും നമ്മുടെ ശരത്തണ്ണനും 3 പേരും അവർ കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രഞ്ജിനി ഹരിദാസ് ആയിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, രഞ്ജിനി ഹരിദാസ് കുറച്ച് ഓവർ തന്നെയാണ്. അല്ലാതെ ഇന്നിപ്പോഴും പറയുന്ന പോലെ രഞ്ജിനി ഹരിദാസ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പാവങ്ങളുടെ പടത്തരുവി ഒന്നുമല്ല. നല്ല ഓവറായിട്ട് ഭയങ്കരമായിട്ട് ജനങ്ങളെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അതുമാത്രവുമല്ല, പലരും പറയാറുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെലിവിഷൻ ചാനലിൻ്റെ അടുത്ത് പറയുന്നത് എന്താ അറിയാം, നിങ്ങൾ കുറച്ച് ഓവറായിക്കോ, നിങ്ങൾ ഓവറായി കഴിഞ്ഞാൽ പരിപാടി കാണുകയുള്ളൂ എന്ന്. അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായി ഓവറാവുകയും അവരെ എല്ലാവരും വെറുക്കാൻ തുടങ്ങുകയും അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ജഗതി ശ്രീകുമാർ ഈ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അതിൻ്റെ ഫൈനൽ എന്തോ ആണ്. അതായത് ജനങ്ങളുടെ വെറുപ്പും കാര്യങ്ങളെല്ലാം അറിയാവുന്ന ജഗതി ശ്രീകുമാർ എന്ത് ചെയ്തു, അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ 1.5 അലക്കൽ തന്നെയായിരുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ, ജഗതി ശ്രീകുമാറിന് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ്യതയില്ല. എന്നാലും അവിടെ കിടന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് അലക്കി. അതായത് ഒരു പൊതുജനം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങള് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിനി ഹരിദാസിനോട് അവിടെ വെച്ചിട്ട് ജഗതി പറയുകയാണ്. അതിപ്പോഴെല്ലാവരും പറയുമ്പോഴെന്താ ജഗതി എന്ന് കളിയാക്കിയത് ശരിയല്ല, അല്ലെങ്കിൽ ജഗതി എന്ത് ചെയ്ത് ശരിയല്ല എന്നൊക്കെ ആണെങ്കിലും ഞാൻ പറയുകയാണ്, അന്നത്തെ അവരുടെ ആ ഒരു നിലവാരം വെച്ചിട്ട് അത് അവർക്ക് കിട്ടേണ്ട കേസ് തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അപ്പീലേ ഇല്ല. അതിലെന്ന് പറഞ്ഞാൽ രഞ്ജിനി ഹരിദാസിന് 2 കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു. കാരണം എന്താ, ജനങ്ങളെ അത്രത്തോളം വെറുപ്പിക്കാറുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ വന്നിട്ട് നല്ല രീതിയിൽ ജനങ്ങളെ വെറുപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ജഗതിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു കൂട്ടിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ജഗതിക്ക് അത് പറയാനുള്ള യോഗ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ജഗതിക്ക് അത് പറയാനുള്ള യോഗ്യത ഒരിക്കലുമില്ല. കാരണം എന്താ, ജഗതി തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് നിലയില്ല കയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ജഗതിയുടെ കേസും ജഗതിയുടെ ഇതും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജഗതിയുടെ മകളും മകളെ ഭർത്താവും അതിൻ്റെ അപ്പനും വന്നു. അതിഥികൾക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബോധം കുറവാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ. ഏതായാലും രഞ്ജിനി ഹരിദാസ് പിന്നീട് എന്ന് പറഞ്ഞാൽ വിവാഹമൊന്നും കഴിക്കത്തില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും പുച്ഛമാണ്. കുടുംബജീവിതം നയിക്കുന്നവരോട് പുച്ഛമാണ്. എന്തോ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ അലർജി പോലെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കാൻ ഇപ്പോഴത്തെ പുതിയ ഒരു ട്രെൻഡിങ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, വിവാഹം കഴിക്കാതെ നിങ്ങൾ ഇരിക്കരുത്. കാരണം എന്താ അറിയാം, ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ സൗന്ദര്യം അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തം പോലും തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടെയില്ല പങ്കാളിയാന്ന് ബംഗാളിയാന്ന് മംഗാളിയാണെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, അവന്മാർ പിന്നെന്താ ചെയ്യാന്നറിയാം, എല്ലാം ഒഴിഞ്ഞിട്ട് അപ്പുറത്തെ ആരെങ്കിലും കണ്ടുപിടിക്കും. അതാണ് പരിപാടി. വേറെ ഒന്നുമല്ല, രഞ്ജിനി ഹരിദാസ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ചിങ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കുടുംബമില്ല, കുട്ടികളില്ല, ബന്ധുക്കളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കരമായി കരഞ്ഞുകൊണ്ടിരിക്കലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വില്ലത്തി ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിനി തന്നെയാണ്. കാരണം എന്താകുന്ന കാലത്ത് 10 കാശ് സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ ഒരു കുടുംബം വേണം എന്നവർ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് മക്കളുണ്ടാകുമായിരുന്നു, ഭർത്താവ് ഉണ്ടാകുമായിരുന്നു, ഭർത്താവിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, മക്കളുടെ സപ്പോർട്ട് ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്ന് ആരും ഇല്ലാതിരിക്കുമ്പോൾ, അത് മാത്രവുമല്ല 40-45 വയസ്സായിരിക്കുമ്പോഴാണ് രഞ്ജിനി ഹരിദാസിന് തോന്നിയത് ഈ ജീവിതം ഇനി അത്ര നല്ലതല്ല. അതായത് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളുടെ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞു 40-45 കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ മക്കളുണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാകും. ഒന്നുമില്ലെങ്കിലും തൻ്റെ മക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരാനും ആളുണ്ടാകും. ഇതെന്ന് പറയുന്ന ഒരാളും ഇല്ലാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ ഫെമിനിസം കൊണ്ട് നടക്കുന്ന ടീമിനൊക്കെ പറ്റുന്ന സംഭവം തന്നെയാണിത്. അതായത് ഫെമിനിസം ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞു ചിരിക്കാം, ആണുങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യവും കാര്യങ്ങളൊക്കെ
നമുക്ക് ചിരിക്കാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലിവിങ് റിലേഷൻ എന്ന് പറയുന്ന പുതിയൊരു പരിപാടി, നാണം കെട്ട പരിപാടി. ആ പരിപാടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ വഴിയാധാരമാകും. അവനാണെങ്കിൽ പൊടിയും തട്ടി പോവുകയും ചെയ്യും. കുഞ്ഞുങ്ങളില്ല, അതുകൊണ്ട് തന്നെ പിന്നെ ചെലവിനും കൊടുക്കണ്ട, ഒന്നും ചെയ്യാതെ അവനെ ഗണിച്ചു പോവുകയും ചെയ്യും. പല സ്ത്രീകൾക്കും പറ്റുന്നത് ഇത് തന്നെയാണ്. ഇപ്പോഴും ഇനി പറ്റാൻ പോകുന്നതും ഇത് തന്നെയാണ്. നിരാശ ബാധിച്ചിട്ട് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇതുപോലെ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ രഞ്ജിനിയുടെ ദുഃഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവുന്ന കാലത്ത് കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. അതിന്റെ ഒരു വലിയ പ്രശ്നം അവര് നല്ല രീതിയിൽ നേരിടുന്നുണ്ട്. അല്ലാതെ ജഗതി എപ്പോ കയറിയിട്ട് അങ്ങ് എന്തെങ്കിലും പറഞ്ഞു എന്നോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഹോർമോൺ വ്യതിയാനോ ഇതൊന്നും അല്ല രഞ്ജിനിന്റെ പ്രശ്നം. രഞ്ജിനിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒഴിവാക്കിയ കുടുംബജീവിതം, ഇല്ലെങ്കിൽ പണ്ട് വേണ്ടാന്ന് വെച്ച കുടുംബജീവിതം, അതൊരു വലിയ മണ്ടത്തരമായി പോയി എന്നാണ് രഞ്ജിനി പറയുന്നത്. അതായത് രഞ്ജിനി പറയാതെ പറയുന്നത് അതാണ്. എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒറ്റപ്പെടല് തന്നെ പല സിനിമാ താരങ്ങൾക്കും പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. എന്താ കാരണം എന്നറിയാം, ആവുന്ന കാലത്തൊന്നാണ് ഇവറ്റകൾ എന്തെന്നറിയാം, അതായത് കല്യാണം കഴിക്കാതെ. എന്നാൽ ആണുങ്ങളോ, മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഒക്കെ കല്യാണമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് മക്കളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ഈ നടിമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അവരൊന്നും കല്യാണം കഴിക്കാതെ സമൂഹത്തിൽ പിന്നെന്ന് പറഞ്ഞാൽ ഒരു നിലയും ബലിയില്ലാതെ, സിനിമയും ഉണ്ടാവില്ല, ആൾക്കാരും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് രഞ്ജിനിക്കും. കാരണം എന്താ, ഇന്ന് പ്രായമായപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥ. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു മനുഷ്യന് പോലും വേണ്ട. അതാണ് പറയുന്നത്. ആവുന്ന കാലത്ത് നമ്മൾ മക്കള്, കല്യാണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് സന്തോഷം തരുന്നത് അതൊക്കെ ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയാം, 30-ലും 25-ലൊക്കെ ഈ ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോളം കൊണ്ടുപോകാന്ന്. ഒരിക്കലും കഴിയില്ല മക്കളെ. ഒരു 50 വയസ്സിലാവുമ്പോഴേക്കും നിങ്ങൾക്ക് സ്വയമായിട്ട് വിരക്തി തോന്നും. അതാണ് ഞാൻ പറയുന്നത്. അന്നേരം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അറിയാം, അങ്ങനെയാണ് ഇഷ്ടം പോലെ പൈസയില്ല, എത്ര പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അതായത് നമ്മൾക്കൊരു ബന്ധുക്കളും ആൾക്കാരും അന്വേഷിക്കാനില്ലെങ്കിൽ പൈസ എന്ന് പറഞ്ഞ വേസ്റ്റാണ്. അതാണ് രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന അവർക്ക് പറ്റിയിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇതിനിടയിൽ രഞ്ജിനി ഹരിദാസ് ഒരു വലിയ വിവാദത്തിൽ പോയി വീണിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിനി ഹരിദാസിന്റെ പട്ടിസ്നേഹം തന്നെയാണ്. ഒരുപാട് പേരെ കടിച്ചു പറിക്കുന്ന തെരുവ് നായ്ക്കളോടുള്ള സ്നേഹം മൂത്തിട്ട് ഇവർ പലതും പറയുന്നുണ്ടെന്ന്. അതായത് മണിമാളിക വീട്ടിൽ ജീവിക്കുന്ന AC റൂം പിന്നെ വണ്ടിയിലിരുന്ന് പോകുന്ന രഞ്ജിനി ഹരിദാസിന് പക്ഷേ ഇതിൻ്റെ ഒന്നും വിഷമം അറിയില്ല, പൊതുജനങ്ങൾ അനുഭവിക്കുന്ന വിഷമം അറിയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് ഗേറ്റിൽ നിന്ന് ഭക്ഷണം ഇട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണ്ടേ, അവരുടെ വീട്ടിൻ്റെ അകത്ത് വെച്ച് പോറ്റിക്കൂടെ? അതൊക്കെ അന്ന് നാട്ടുകാർ ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ രഞ്ജിനി ഹരിദാസ് ഇപ്പോൾ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അല്ലെങ്കിൽ രഞ്ജിനി എപ്പോഴും രഞ്ജിനിക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വിഷമത്തിൽ നിന്ന് അവർ തിരിച്ചു വരട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ രഞ്ജിനിയെ ആരും അനുകരിക്കാൻ നോക്കരുത്. അതുപോലെ രഞ്ജിനിയെ പോലെ ജീവിക്കാമെന്ന് ആരും വിചാരിക്കരുത് എൻ്റെ പൊന്നുമക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആവുന്ന കാലത്ത് മാത്രമേ നമ്മൾക്ക് 10 കാശ് സമ്പാദിക്കാനും നമുക്ക് കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും ഇതൊക്കെ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവുന്ന കാലത്ത് മാത്രമാണ്. അത് കഴിഞ്ഞാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലിയുമില്ലാതെ, ഒരാൾ പോലും ഒരു ബല തരാതെ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അമ്മ കുറച്ച് നാളുണ്ടാവും, സഹോദരൻ കുറച്ച് നാളുണ്ടാവും. എല്ലാ സമയത്തും സഹോദരൻ ഉണ്ടാവില്ല, അവൻ്റെ കുടുംബവും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അച്ഛനുണ്ടാവില്ല, അച്ഛനും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പരിധിയുണ്ട്. അവരെല്ലാം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും രക്ഷ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ രഞ്ജിനി ഹരിദാസ് പറയുന്നത് പോലെ രഞ്ജിനി ഹരിദാസിൻ്റെ ജീവിതത്തിൽ, അതായത് അമ്മയുടെ അച്ഛന് വെള്ളടിക്കാറ് ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആലപ്പി അസ്രപ്പക്കാരൻ പറയുന്നത് കേട്ടിന്. പക്ഷേ രഞ്ജിനി ഹരിദാസ് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ, എന്തൊക്കെ പിന്നെ അവരെ വേണ്ടാതീനങ്ങൾ കളിച്ചിനിന്ന്. അതായത് എന്തൊക്കെയാ അവർ കളിച്ചു കൂട്ടീനി. ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളാ ഇതുപോലൊരു വെറുപ്പിച്ചൊരു സ്ത്രീ വേറെ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. അമ്മാതിരി തോന്നിയ വസ്തുത്തോട് കൂടിയിട്ട് ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട്. അതായത് ജനങ്ങൾ എടുക്കുന്നതോ എല്ലാവരും പുച്ഛം പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെയധികം പുച്ഛത്തോട് കൂടിയിട്ടാണ് ജനങ്ങൾ എല്ലാവരെയും കാണുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിൽ വലിയ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന അയാൾ അന്ന് പൊതുജനങ്ങളുടേതാണ് പറഞ്ഞതെങ്കിലും അയാൾക്ക് ഇത് പറയേണ്ട യോഗ്യത ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ ലാസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, നസ്രിയനെ കണ്ടു പഠിക്കേന്ന്. മനസ്സിലാക്കണം നിങ്ങൾ. ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ.